ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. കുഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു വീഡിയോ ആണ്. റമദാനൊക്കെ തുടങ്ങിയ ടൈമിന് വിചാരിക്കുന്നുണ്ട് കേട്ടോ റമദാൻ വ്ളോഗൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ ഇങ്ങനെ നീണ്ടു പോയി. ഏതായാലും ആദ്യത്തെ 10 രണ്ടാമത്തെ 10 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ സൗണ്ട് അല്ലാത്തൊരു സൗണ്ട് മൊത്തത്തിൽ കേൾക്കുന്നുണ്ട് കേട്ടോ. കാക്കയും പൂച്ചയും എല്ലാവരും ഉണ്ട്. ഇപ്പം നല്ല നോയ്സ് ഉണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ നോമ്പിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഉണ്ടോ വയസ്സറിന് ശേഷമാണ് തുടങ്ങിയത്. അപ്പോൾ ഇന്ന് നമ്മൾ കുഞ്ഞിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അതാ അവിടെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള തേങ്ങ ചിരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ എൻ്റെ വീട്ടിലുള്ള ദിവസം എടുത്തിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൈ കാണുന്നുണ്ട്, മുത്തുൻ്റെ കൈയുണ്ട്, ഉമ്മൻ്റെ കൈയുണ്ട്, അങ്ങനെ ഓരോരുത്തരുടെ കൈ മാറി ഇതിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവിടെ പൊളിച്ചേക്കുള്ള മീൻകറീൻ്റെ സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ മാങ്ങ അച്ചാറിൻ്റെ. അപ്പോൾ അതിനുള്ള മാങ്ങയൊക്കെ ഞാനിവിടെ ഉപ്പിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊളിച്ചയ്ക്ക് മീൻ കറിയും മീൻ പൊരിച്ചതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഓളിത് അവിടെ മീൻ കറിയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു പണി കഴിഞ്ഞ് വരുമ്പോൾ ഓളൊരു പണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോ ആണ് കേട്ടോ അതിൽ ഇൻക്ലൂഡ് ആക്കിയത്. പിന്നെ പക്വടൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ. അപ്പോൾ അതിൻ്റെ ഒന്നും ആ വീഡിയോ എടുത്തിട്ടില്ല. ഒക്കെ എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ എടുത്തത്. പിന്നെ നല്ല പഞ്ചാര മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലുള്ള മാങ്ങേനെ. അപ്പോൾ അതാണ് ജ്യൂസ് അടിക്കുന്നത്. പിന്നെ എൻ്റെ മോനിതാ നല്ല തകൃതിയായിട്ട് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. മോനുണ്ടായതിനു ശേഷം ചെയ്യുന്ന ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ നല്ല പണിയെടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ മക്കളെല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ. അപ്പോൾ ഞാനിതാ കുഞ്ഞിപ്പത്തിരിക്കുള്ള ബീഫാണ് കേട്ടോ അതിലിടുന്നത്. അപ്പോൾ അതിൻ്റെ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേനു. അപ്പോൾ അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പം ഇത് എന്നും പത്തിരി എണ്ണായിട്ടൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ റൈസ് ഐറ്റംസ് നോമ്പ് തുറക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വലിയ താല്പര്യമില്ല. പിന്നെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കുഞ്ഞിപ്പത്തിരി നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ പടവലാണ് പൊരിച്ച കുപ്പേരി വെക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ നല്ല മൂത്ത് പഴുത്ത വത്തൊക്കെ ഉണ്ട്. അപ്പോൾ നോമ്പറക്കുമ്പോൾ വേഗം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ തണുത്താലല്ലേ നല്ല തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ പെട്ടെന്ന് നേരെ വൈകിയതുകൊണ്ട് വേഗം ജ്യൂസൊക്കെ അടിച്ച് വേഗം ടേബിളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഓരോരുത്തർ ഓരോ പണി എടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ വിട്ടു. അങ്ങനെ എല്ലാം ടേബിളിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും നോമ്പ് തുറക്കാൻ തുടങ്ങിയാണ് കേട്ടോ. ഈ നോമ്പ് തുറക്കുന്ന നേരത്തെ എങ്ങനെ ആയാലും ഒരു ഹറിബറിയാണല്ലോ. അങ്ങനെ അൽഹംദുലില്ലാഹ് എല്ലാവരും ഒന്നിച്ചിരുന്ന് നോമ്പൊക്കെ തുറന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞു വ്ളോഗിൽ. അപ്പോൾ അടുത്തൊരു നല്ല വ്ളോഗായിട്ട് വീണ്ടും വരാം. ഓക്കെ ബൈ, സീ യു.